ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇല്ല, അവർ 3-4 പേരെ കഴിക്കുന്നുള്ളൂ. പെൺപിള്ളേർക്ക് ആർക്കും ഭക്ഷണം വേണ്ട. അവന്മാരുണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെ കഴിക്കാൻ പറ്റും? വിഷം കൊടുക്കത്തില്ലെന്ന് എന്താണ് ഉറപ്പ് എന്നാണ് എല്ലാവരുടെയും പറച്ചിൽ. അവർ 3 പേരും തനിയെ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവരുണ്ടാക്കിയ ഭക്ഷണം അവർക്ക് വേണ്ട. ഷാനവാസ് ആശുപത്രിയിൽ പോയിട്ട് എന്തായെന്ന് പോലും തിരക്കണ്ട. ആശുപത്രിയിലോട്ട് വിട്ടവൻ ഇരുന്ന് കഴിക്കുകയാണ്. ഇവർ 3 പേരെയും കൂടെ അനീഷ് വന്ന് വിളിച്ചായിരുന്നു ഭക്ഷണം കഴിക്കാൻ. അനീഷ് പറഞ്ഞു, എന്തായാലും അവരുണ്ടാക്കിയില്ലേ, നിങ്ങൾ കഴിക്ക്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട അനീഷ് ഏട്ടൻ പോകും, ഞങ്ങൾ പിന്നെ വേറെ വെച്ച് കഴിച്ചോളാം. അവരുണ്ടാക്കിയ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടാന്ന് നൂറ. അനിമോള് പറയുന്നത് ഞാൻ വെച്ച് തരാമെന്ന് അനിമോളും പറയുന്നു. ആദിലും നൂറയും അനിമോളും ആഹാരം കഴിക്കാതിരിക്കുകയാണ്. അവരിനി എപ്പോഴെങ്കിലും വെച്ച് കഴിക്കുമ്പോൾ മതി, അവർ വെക്കുമ്പോൾ മതി എന്നാണ് അവർ പറയുന്നത്. നൂറ പറയുന്നത് ഷാനവാസിക്കയുടെ മുഖം മൊത്തം പാല് വീണ് കണ്ടാൽ നമുക്ക് സങ്കടമാവും എന്ന് പറയുന്നത്. ആദില ആണ് ശരിയാണ്, എനിക്കും കണ്ടപ്പം പാവം തോന്നി, എന്തിനും മനുഷ്യരാണില്ലേ എന്ന് അനിമോള്. ഇവനൊക്കെ 10-28 വയസ്സായി, ഇനി എന്ന് നന്നാവാനാണ്? അപ്പോൾ പുറത്തും ഇവനൊക്കെ ഇതിനേക്കാൾ അപ്പുറമായിരിക്കുമല്ലോ കാണിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ പുറത്ത് ഇനി എന്ന് നന്നാവാനാണ് ഇവനൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും അറിയാതിരുന്ന് കഴിക്കുകയാണ് അവന്. ഇടയ്ക്കിടയ്ക്ക് അനിമോളെയൊക്കെ നോക്കുന്നുണ്ട്. ഇതുവരെ അവിടെ ചെയറിലായിരുന്നിരുന്നത്, ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത്. ഷാനവാസിക്കയുടെ മുഖത്ത് വെള്ളം ഒഴിച്ചാണ് ഇന്നലെ അവൻ എൻ്റെ ബെഡിലെടുത്ത് ഒഴിച്ചത്. എന്തൊരു സ്വഭാവമാണ് ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്നതാണോ? കൊച്ചു പിള്ളേർ ചെയ്യത്തില്ലല്ലോ ഇങ്ങനെ. എന്ത് സ്വഭാവമാണ് ഇങ്ങനെ കാണിക്കുന്നത്? എന്നിട്ട് അനിമോൾ പറയുന്നു, ആദില പറയുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് പറഞ്ഞപ്പം പറയുന്നു, നമുക്ക് ഉണ്ടാക്കാം, അവരുണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുന്നു. ഒരു കാരണമില്ലാതെ ഇന്നത്തെ പ്രശ്നം. എന്തോ ഒരു പൊടി കാണാൻ പോലും പറ്റുന്നില്ല. വെള്ളമൊഴിച്ചാൽ പോകുന്നതേ ഉള്ളൂ, അത് അവർക്ക് കഴുകിയെടുത്താൽ പോലും. അതൊരു വാശി കണക്ക് പറയുമ്പോൾ നമ്മൾ ചെയ്യുമോ? അതാ ഇത്ര വാശിയായത്. അത് വാശിക്ക് പറയുന്നു, വാശിക്ക് നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ലെന്ന് നമ്മളും പറഞ്ഞു. അത് അവിടെ കൊണ്ട് വിടണ്ടേ? അത് പിന്നെയും പറഞ്ഞ് വലിയ പ്രശ്നമാക്കി. അനീഷ് വന്ന് ഇവരെ ചോറ് കഴിക്കാൻ വിളിച്ച്, പക്ഷേ അവർക്ക് കഴിക്കാൻ കൂട്ടാക്കില്ല. അനീഷ് പറയുന്നത് എന്തായാലും അവർ വെച്ചില്ലേ. അപ്പം നൂറ പറയുന്നത് വെച്ചെങ്കിൽ അവർ തന്നെ കഴിക്കട്ടെ ചേട്ടാ എന്ന് പറയുന്നത്. അനീഷ് കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അനീഷ് പറയുന്നത്, ഇനി അതൊരു പ്രശ്നമാകണ്ട, നിങ്ങളെല്ലാവരും വന്ന് കഴിക്ക്, ഭക്ഷണത്തോട് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ എന്ന് അനീഷ് പറയുന്നു. ഇല്ല ചേട്ടാ, ഞങ്ങൾ കഴിക്കത്തില്ല, ഞങ്ങൾ കഴിക്കുക, ഞങ്ങൾ തന്നെ വെച്ചേ കഴിക്കത്തുള്ളൂ. അപ്പം അവർ തീരുമാനം എടുത്തു കഴിഞ്ഞ് ഇവരിനി കുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇനി ഒരു പ്രശ്നം നടക്കുമോ? നിവിൻ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വഴിയില്ല. ബിഗ് ബോസ് വിളിച്ച് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയൊരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടാക്കാനൊരു ചാൻസ് ഇല്ല. ഭയങ്കര അനങ്ങാതെ സംസാരിക്കാതെ ഇരുന്ന് ആഹാരം കഴിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ഭയങ്കര ഇതായിപ്പോയി. 3 ക്യാപ്റ്റനും ഒരേപോലെ ആയിപ്പോയല്ലോ. ഒരാൾക്ക് പോലും അവർ പറഞ്ഞ ഒരിത് കാണിക്കാൻ തോന്നിയില്ലല്ലോ. അക്ബർ കഴിഞ്ഞ വീക്കിൽ ലാലേട്ടനോട് പറഞ്ഞതാണ്, ഞാനൊരു കുറച്ച് കലാപരമായിട്ടൊക്കെ കുറച്ച് പാട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ലാലേട്ടന് 3 പേരുടെ വാക്ക് കൊടുത്തത്. എന്നിട്ട് 3 പേരുടെ ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ആ വീട്ടിലുണ്ടാക്കുന്നത്. ഒന്നെങ്കിൽ ഒരു ക്യാപ്റ്റൻ ബഹളം ഉണ്ടാക്കുമ്പോൾ ബാക്കി 2 ക്യാപ്റ്റന്മാർ സൈലൻ്റായിട്ട് നിന്നിട്ട് അത് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെന്ന് പറയാനോ ആയിരിക്കണം. ഇത് എന്തുവാണ് ഇവരിങ്ങനെ തുടങ്ങുന്നത്? അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.